ഇന്നത്തെ 4 മണി പലഹാരം റെഡിയായി. ശീമച്ചക്ക ബജി. ബാലതങ്ക ചാനലിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അമ്മാമ ഇന്നിതാ ശീമച്ചക്ക ബജി ഉണ്ടാക്കാൻ പോകണം. ഒരു മുറി ശീമച്ചക്കയാണ് എടുത്തത്. ഒരു ചക്ക വേണ്ട, ഒരു മുറി. നമുക്ക് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അതുകൊണ്ട് ഒരു മുറി ചെത്തി എടുക്കട്ടെ. ശീമച്ചക്ക ബജി ഉണ്ടാക്കാം. ശീമച്ചക്ക തീയൽ വയ്ക്കാം, ശീമച്ചക്ക അവിയൽ വയ്ക്കാം, ശീമച്ചക്ക തോരൻ വയ്ക്കാം, ശീമച്ചക്ക വിഴുക്ക് വരട്ടാം. അമ്മാമ്മ ഇതിൻ്റെ ബാക്കി നിന്ന് വിഴുക്ക് വരട്ടി ചോറും കൂടെ തിന്നു. അങ്ങനെ ഒരു ശീമച്ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് കാപ്പിക്ക് പലഹാരമായി, 4 മണി പലഹാരമായി, ചോറിന് കറിയായി. വിഷമൊന്നുമില്ലാത്ത നല്ല പച്ചക്കറിയാണ്. ഇന്ന് മക്കളൊക്കെ പറയണ ബജി ഉണ്ടാക്കി കൊടുക്കാം. ഇന്ന് വരെ ബജി ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണേ മക്കളെ, നല്ല ടേസ്റ്റാണ്. അടുക്കൊരു പൂഞ്ചുണ്ട്, അത് അറുത്ത് കളയണം. ശീമച്ചക്ക ബജിക്ക് കൂട്ട് തയ്യാറാക്കി വെച്ചു. കണ്ടാ, കൂട്ട് തയ്യാറാക്കി വെച്ചു. ഇത് മൈദ മാവ്, 1 സ്പൂൺ അരിപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ്, കായം, ഇത്രയും ചേർത്ത് കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കണേ ശീമച്ചക്ക ബജി ഉണ്ടാക്കാൻ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ചിട്ട് അതിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇടണം. 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിക്കണം. ശീമച്ചക്ക അരിഞ്ഞ് കഴുകി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ബജി ഉണ്ടാക്കാൻ. ഇത് ആ തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതെന്തിനാണെന്നറിയാമോ? നമ്മൾ ബജി അല്ലാതെ ഉണ്ടാക്കുമ്പം ഈ ചക്കയിൽ അകം വേവില്ല. അങ്ങനെ അകം വേവാൻ വേണ്ടിയാണ് ഒന്ന് വെള്ളത്തിയിട്ട് തിളപ്പിച്ച് കോരി എടുത്തിട്ടാണ് പിന്നെ ബജി ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വെള്ളത്തിയിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ്. ഈ തിളപ്പിക്കാതെ ഉണ്ടാക്കുന്നവരും കാണും. ഓരോരുത്തരും ഓരോ രീതിയാണ്. നമുക്കിവിടെ കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ശകലമൊന്ന് വെന്തതിന് ശേഷം എടുത്ത് ഇതിങ്ങനെ ഇട്ട് വേവിക്കാതെയും ഇടുന്നവരുണ്ട്. ഓരോരുത്തരും ഓരോ രീതി. പക്ഷെ ഇങ്ങനെ ഇടുന്നതാണ് നല്ല വേവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷം ഇത് കോരി എടുക്കണം. കോരി എടുത്തിട്ട് മാവിൽ മുക്കി എണ്ണയിലിടണം. മാവിൽ മുക്കി ഇടുമ്പോൾ കാണിച്ചു തരാം. പിന്നെ കോരി എടുക്കാം.
ഇനി ഒന്ന് തണുക്കിട്ട് മക്കളെ, തണുത്തിട്ട് നമുക്കടുത്ത് എണ്ണയിൽ മുക്കി ബജ്ജി ഉണ്ടാക്കാം. സീമച്ചക്ക ബജ്ജി മാമ ഇടണേ. മക്കളെ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല സൂപ്പർ 4 മണി പലഹാരമാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അമ്മാമ്മയെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.